ഏറ്റവും പ്രിയപ്പെട്ട 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ എന്ന് ഞാൻ അഭിസംബോധന ചെയ്യുന്നില്ല. കാരണം നമ്മളിപ്പോൾ 9ാം ക്ലാസ് കഴിഞ്ഞു. ഇനി നമ്മൾ 10ാം ക്ലാസ്സിലോട്ടാണ്. നിങ്ങളുടെ എക്സാമൊക്കെ നിങ്ങൾ അതിമനോഹരമായി സുന്ദരമായിട്ട് തന്നെ എഴുതി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ചെറിയ ചെറിയ കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും കാര്യമാക്കേണ്ട. കാരണം പരീക്ഷ കഴിഞ്ഞല്ലോ, റിസൾട്ട് വരുമ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും പാസ്സാവും. അതിലൊന്നും നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കേണ്ട. ഇനി നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. 10ാം ക്ലാസ് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ചുറ്റുവട്ടത്തിലൊക്കെ എല്ലാവരും SSLC ആണ്, ആദ്യത്തെ പബ്ലിക് എക്സാം ആണ്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും നിങ്ങളെ മാക്സിമം ട്രിഗർ ചെയ്യാനൊക്കെ ശ്രമിക്കും. പക്ഷെ നിങ്ങൾ അങ്ങനെ കാര്യമാക്കൊന്നും വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സുന്ദരമായിട്ട് അടിപൊളിയായിട്ട് റൊമാൻറ്റിക് ആയിട്ട് ഇപ്പം തന്നെ മെല്ലെ മെല്ലെ പഠിച്ചു തുടങ്ങിയാൽ 10ാം ക്ലാസ്സൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ 10ാം ക്ലാസ് വലിയൊരു ആനമുട്ട സംഭവമൊന്നുമല്ല. നമ്മളതിനെന്ത് ചെയ്യുക, സിമ്പിളായിട്ട് കണ്ടിട്ട് അതിമനോഹരമായിട്ട് നമ്മളെ കൂടെ നിന്ന് പഠിക്കാം. നമ്മളെ കൂടെ നിന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സൈലമാണ്. സൈലത്തിൻ്റെ കൂടെ കൃത്യമായുള്ള ഗൈഡൻസോട് കൂടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിസുന്ദരമായിട്ട് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല. കഴിഞ്ഞ വർഷം നിങ്ങൾ വെറുതെ ചുമ്മാ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് അനലൈസ് ചെയ്യുക. കഴിഞ്ഞ വർഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്യൂഷൻ പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായും സൈലമാണ്. പിന്നെ മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനോടും നിങ്ങളുടെ ഒപ്പമുള്ള ആളുകളോടും പിന്നെ നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ജസ്റ്റ് ഒന്ന് റാൻഡമായിട്ട് കാഷ്വലായിട്ടൊന്ന് ചോദിക്കുക, സൈലത്തിൻ്റെ ക്ലാസ്സുകൾ എങ്ങനെയുണ്ട്, മനോഹരമാണോ, ഈസി ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ, എന്താ അവസ്ഥ എന്നൊക്കെ നിങ്ങളൊന്ന് മൊത്തത്തിൽ അവലോകനം ചെയ്തിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അഡ്മിഷൻ എടുത്താൽ മതി. അല്ലാതെ ഇപ്പോൾ ഫാസ്റ്റിൽ ഇറക്കൽ പറഞ്ഞു എന്ന് കരുതിയിട്ട് നിങ്ങൾ ആരും അഡ്മിഷൻ ഒന്നും എടുക്കേണ്ട. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, മൊത്തത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അവലോകനം നടത്തുക. എന്നിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് സൈലം പോരാ എന്നാൽ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. പക്ഷെ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്യാരണ്ടി തരുന്നു, ആരും അങ്ങനെ പറയില്ല. കാരണം നമ്മൾ അത്രത്തോളം മനോഹരമായുള്ള സൂപ്പറായുള്ള ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. ഇവിടെയുള്ള ഏതൊരു സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാ സബ്ജക്റ്റിലും അടിപൊളി സൂപ്പറായുള്ള ഫാക്കൾട്ടീസ്, കേരളത്തിലെ തന്നെ ഇന്ന് ഏറ്റവും ബെസ്റ്റായുള്ള ഫാക്കൾട്ടീസാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളെ ബാച്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കിണ്ണം കാച്ചിയ ബാച്ചാണ് അസ്ത്ര ബാച്ച്. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ മനസ്സിലാവും. അസ്ത്ര ബാച്ചിലൊക്കെ നമ്മൾ ഒരുപാട് റിസൾട്ടുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് അസ്ത്ര ബാച്ചിൽ നമ്മൾ കൃത്യമായിട്ട് ആപ്പ് ലൈവും കാര്യങ്ങളൊക്കെ വളരെ കണ്ണിങ് ആയിട്ട് തന്നെ കൊടുക്കും. വളരെ നേരത്തെ തന്നെ നമ്മൾ ആപ്പ് ലൈവൊക്കെ കൊടുത്തിട്ട് വളരെ സുന്ദരമായിട്ട് അവരെ പഠിപ്പിച്ച് ഓൾറെഡി സെറ്റാക്കും. അതിനുശേഷം നമ്മൾ അവർക്ക് പരീക്ഷകൾ നടത്തും. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന കുറേ സെഷൻസ് കണ്ടക്ട് ചെയ്യും. പിന്നെ അവർക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷൻ കാര്യങ്ങളൊക്കെ എല്ലാം വെക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. വസ്ത്ര ബാച്ച് നിങ്ങൾക്ക് എന്തുകൊണ്ടും വളരെ മനോഹരമായിരിക്കുമെന്ന് ഞാൻ ഗ്യാരണ്ടി തരുന്നു. വസ്ത്ര ബാച്ച് എന്ന് പറയുന്നത് നമ്മളെ സൈലത്തിൻ്റെ SSLC ബാച്ചാണ്. നിങ്ങൾ വളരെ വേഗത്തിൽ തന്നെ അഡ്മിഷൻ എടുക്കുക. പിന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയാനുള്ളത്, ഏപ്രിൽ 20ാം തീയതിൻ്റെ മുമ്പ് നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് വാച്ചും കിട്ടും. അപ്പോൾ വെറുതെ ഒരു സ്മാർട്ട് വാച്ച് കിട്ടുകയാണല്ലോ. അപ്പോൾ വേഗം എന്ത് ചെയ്യുക, ഏപ്രിൽ 20ൻ്റെ മുമ്പേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. വെറുതെ ഏപ്രിൽ 20 കഴിഞ്ഞ് ലാഗ് അടിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്മാർട്ട് വാച്ച് മിസ്സായാലോ. ഇനി സ്മാർട്ട് വാച്ചിൻ്റെ കേസ് പോട്ടെ, നിങ്ങൾ വളരെ നേരത്തെ തന്നെ അഡ്മിഷൻ എടുത്തിട്ട് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. പയ്യെ തിന്നാൽ പനയും തിന്നാന്നാണല്ലോ. അപ്പം മെല്ലെ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അവസാനത്തിലേക്ക് വെച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവസാനം ഒന്നായിട്ട് ബേർഡൻ ആവും. അപ്പോഴാണ് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായി മാറുക. ആദ്യം തന്നെ മെല്ലെ തുടങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്കിത് നല്ല സുന്ദരമായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അടിപൊളിയായിട്ട് മനോഹരമായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അസ്ത്ര ബാച്ചിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെയുള്ള ഈ ഒരു നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അവർ നിങ്ങളെ വിളിക്കും. എന്നിട്ട് വളരെ വേഗത്തിൽ തന്നെ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക, സുന്ദരമായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത വർഷത്തെ SSLCയുടെ ഫുൾ A+ൻ്റെ ഒരു ബാനർ വരുമ്പോൾ, ഫുൾ A+ൻ്റെ ഒരു പോസ്റ്റർ വരുമ്പോൾ അതിൽ നമ്മുടെ മുഖവും നമ്മുടെ പേരും ഉണ്ടാവണം. അത് നിങ്ങൾക്ക് പറ്റും, നമ്മളെ കൊണ്ടേ പറ്റൂ. സോ സീ യു സൂൺ. വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ.